നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള എഞ്ചിനീയറിംഗ് സെക്ടറിലെ എക്സാമിനേഷനായ JEE ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ്റെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനും ആ ഹോൾ ടിക്കറ്റ് എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിവിടെ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജനുവരിയിൽ നടക്കുന്ന ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ, നമുക്കറിയാം JEE എക്സാമിനേഷൻ എന്ന് പറയുന്നത് IITകളിൽ, IITസിൽ, NITസിൽ, ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, ISROയുടെ ക്യാമ്പസുകളിൽ, ഇതിനോടൊപ്പം ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒരു അഡ്മിഷന് വേണ്ടി കൺസിഡർ ചെയ്യുന്ന മാർക്കാണ് JEEയുടെ സ്കോർ എന്ന് പറയുന്നത്. JEE തന്നെ രണ്ട് ഫേസ് ഉണ്ട്, ഫേസ് 1 ആൻഡ് ഫേസ് 2. ഫേസ് 2 ഏപ്രിൽ എക്സാമിനേഷനാണ്. ഇപ്പോൾ ഫേസ് 1ൻ്റെ എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ടൈം എത്തിയിരിക്കുന്നു. അതിന് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് JEEയുടെ വെബ്സൈറ്റായ jemain.nda.nic.in എന്ന വെബ്സൈറ്റിൽ നിന്നും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം വേണം ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ. അങ്ങനെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള പേജിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു കാൻഡിഡേറ്റിൻ്റെ ഹോൾ ടിക്കറ്റ് നമുക്ക് വിസിബിൾ ആകാൻ പറ്റും. ഈ ഹോൾ ടിക്കറ്റിൽ 4 പേജസ് ആണുള്ളത്. ഫസ്റ്റ് പേജ്, സെക്കൻഡ് പേജ്, തേർഡ് പേജ് ആൻഡ് ഫോർത്ത് പേജ്, ഇങ്ങനെ 4 പേജസ് ആണുള്ളത്. ഇതിൽ ഫസ്റ്റ് പേജാണ് ഒരു കാൻഡിഡേറ്റിൻ്റെ ഹോൾ ടിക്കറ്റ് എന്ന് പറയുന്നത്. ഈ ഹോൾ ടിക്കറ്റുമായി നമ്മൾ എക്സാമിനേഷന് പോകേണ്ടത്, എക്സാമിനേഷൻ ഓൺലൈൻ എക്സാമിനേഷനാണ്. 21, 22, 23, 24 ഈ ജാനുവരിയിലെ 4 ദിവസങ്ങളിലായി 2 ഷിഫ്റ്റുകളിലായി, അതായത് മോർണിംഗ് സെക്ഷൻ രാവിലെ 9 മണിക്കും ആഫ്റ്റർനൂൺ സെക്ഷൻ 2 മണിക്കുമായി 2 ഷിഫ്റ്റുകളിലായിട്ടാണ് എക്സാമിനേഷൻ നടക്കുക. അപ്പം നമ്മൾ ഇന്ന് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏത് ഡേറ്റിലാണ്, ഏത് ഷിഫ്റ്റിലാണ്, ഏത് സെൻട്രൽ വെച്ചാണ് എക്സാം നടക്കുന്നത് എന്ന് കൃത്യമായി ഹോൾ ടിക്കറ്റിൽ നിന്ന് മനസ്സിലാക്കണം. നമുക്കിവിടെ ഹോൾ ടിക്കറ്റിലേക്കൊന്ന് പോകാം. ഈ ഹോൾ ടിക്കറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഫോട്ടോ, ആ അപ്ലോഡ് ചെയ്ത സമയത്തുള്ള കൃത്യമായ ഫോട്ടോ നമുക്ക് കാണാം. അതിനോടൊപ്പം ഇതിൽ നമ്മുടെ നെയിം, കാൻഡിഡേറ്റിൻ്റെ നെയിം കൃത്യമായിട്ട് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ നമ്മുടെ നെയിം, നമുക്ക് കാൻഡിഡേറ്റിൻ്റെ നെയിം നമുക്ക് കാണാം. ഇതിനോടൊപ്പം ഒരു QR കോഡും ബാർ കോഡും നമുക്ക് കാണാം. ഈ ബാർ കോഡ് റോൾ നമ്പറാണ്. അപ്പോൾ ഇത് ഹോൾ ടിക്കറ്റ് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന സമയത്ത് ഈ ഹോൾ ടിക്കറ്റിൽ ബാർ കോഡിലും QR കോഡിലും എററൊന്നും സ്ക്രാച്ചും വരാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് വേണം വിദ്യാർത്ഥികൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമ്മളത് റീഡ് ചെയ്യുക. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷ്, നമ്മൾ ഏത് മീഡിയത്തിൽ എക്സാമിനേഷൻ എഴുതുന്നു എന്നാണോ കൊടുത്തിരിക്കുന്നത് അതിവിടെ ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് റീജിയണൽ ലാംഗ്വേജിൽ എക്സാമിനേഷൻ എഴുതാം. ആ റീജിയണൽ ലാംഗ്വേജിൽ മലയാളത്തിലോ തമിഴിലോ കന്നഡയിലോ ഒക്കെയാണ് എക്സാമിനേഷൻ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇംഗ്ലീഷും ഉണ്ടാവും. അപ്പോൾ ഒരു റീജിയണൽ ലാംഗ്വേജ് ആണെങ്കിൽ 2 ലാംഗ്വേജ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അല്ല എങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ എക്സാമിനേഷൻ എഴുതുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ പഠിച്ചിരിക്കുന്നതൊക്കെ ഇംഗ്ലീഷിലായതുകൊണ്ട് എക്സാമിനേഷനും ഇംഗ്ലീഷിൽ തന്നെ വരുന്നതാണ് കാൻഡിഡേറ്റ്സിന് നമുക്ക് ടൈം കൺസ്യൂം ചെയ്യുന്നത് ഈസി ആക്കാൻ എപ്പോഴും നല്ലത്. ഇനി ഇതിനോടൊപ്പം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഇവിടെ ഇപ്പോൾ ഈ കാൻഡിഡേറ്റിന് 23rd അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നോക്കുക 21, 22, 23, 24 ഈ 4 ദിവസത്തിൽ ഏത് ദിവസമാണ് എൻ്റെ എക്സാമിനേഷൻ വരുന്നത്. നമ്മുടെ ഫ്രണ്ടിൻ്റെ എക്സാമിനേഷൻ ഡേ അല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ ഹാൾ ടിക്കറ്റിലെ ഡേറ്റ് പ്രത്യേകം നോക്കുക. ഇതിനോടൊപ്പം റിപ്പോർട്ടിംഗ് ടൈം കൃത്യമായിട്ട് ചെയ്യുക, എക്സാമിനേഷൻ സെൻറ്റർ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക, അഡ്രസ്സ്. നമുക്കറിയാം ഒരു സെൻറ്റ് ജോസഫ് എന്നൊരു കോളേജിൻ്റെ പേരാണ് നമ്മുടെ സെൻറ്ററായിട്ടുള്ളതെങ്കിൽ ഒരു ടൗണിൽ തന്നെ സെൻറ്റ് ജോസഫ് എന്ന പേരിൽ പല സ്കൂളുകൾ ചിലപ്പോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു മിസ്റ്റേക്ക് ഇല്ലാതെ ഹറിബറി ആവാതെ കൃത്യമായിട്ട് എക്സാം സെൻറ്ററിൽ ഈ റിപ്പോർട്ടിംഗ് ടൈമിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഇത് നേരത്തെ തന്നെ മനസ്സിലാക്കി വെക്കുക. ഇനി അതിനുശേഷം ഇവിടെ വരുന്നത് നമ്മുടെ എക്സാമിനേഷൻ ടൈമാണ്. ഷിഫ്റ്റ് 2 3 മണി തൊട്ട് 6 മണി വരെയാണ് എക്സാമിനേഷൻ. അവിടെ ഗേറ്റ് ക്ലോസിംഗ് ടൈം 2:30 ആണ്. അപ്പോൾ 1 മണിക്ക് റിപ്പോർട്ട് ചെയ്യുക, 2:30 ശേഷമാണ് നമ്മൾ അവിടെ ചെല്ലുന്നതെങ്കിൽ നമുക്ക് എക്സാമിനേഷൻ ഹാളിലേക്ക് എൻട്രി ഉണ്ടാവില്ല. ഇനി ഇത് രാവിലെ 9 മണിക്കാണ് എക്സാമിനേഷൻ എങ്കിൽ ഇതേപോലെ തന്നെ കൃത്യമായ റിപ്പോർട്ടിംഗ് ടൈമും ഗേറ്റ് ക്ലോസിംഗ് ടൈമും ഒക്കെ മനസ്സിലാക്കി വേണം എക്സാം ഹാളിലേക്ക് പോകാൻ. ഇനി ഈ ഹോൾ ടിക്കറ്റിൽ നമ്മൾ പിന്നെ ഫോട്ടോ കണ്ടു, ബാർകോഡ് കണ്ടു, പിന്നെ നമ്മുടെ സിഗ്നേച്ചറും കൃത്യമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത സിഗ്നേച്ചർ തന്നെ വെരിഫൈ ചെയ്യുക. ഇനി താഴെയാണ് 3 കാര്യങ്ങളുള്ളത്. കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ, നമ്മളിവിടെ ഒരു ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കണം.
അപ്പോൾ നമ്മൾ എന്താണോ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്തുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആ സെയിം ഒരു ഫോട്ടോഗ്രാഫ് ഈ ഹോൾ ടിക്കറ്റിൽ നമ്മൾ ഒട്ടിക്കണം. രണ്ടാമത് കാൻഡിഡേറ്റിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ, അത് ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ നമ്മൾ ചെയ്തിട്ട് വേണം ഹോൾ ടിക്കറ്റിലേക്ക് എക്സാമിനേഷൻ ഹാളിലേക്ക് പോകാൻ. ഇനി മൂന്നാമതായിട്ട് വേണ്ടത് കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചറാണ്. ടു ബി സൈൻഡ് ഓൺ ദ ഡേ ഓഫ് ദ എക്സാമിനേഷൻ, പ്രസൻസ് ഓഫ് ഇൻവിജിലേറ്റർ. അപ്പോൾ ഈ സൈൻ നമ്മൾ ചെയ്യേണ്ടത് എക്സാമിനേഷൻ സെൻറ്ററിൽ ചെന്നിട്ട് ഇൻവിജിലേറ്ററുടെ മുമ്പിൽ വെച്ചാണ് നമ്മൾ ഈ സൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഫോട്ടോ ഒട്ടിച്ചിട്ട്, ഈ ഫോട്ടോയുടെ കോളം നമുക്ക് കാണാം, ചെറിയൊരു കോളമാണ്, പക്ഷേ എങ്കിൽ പോലും ഒരല്പം പുറത്ത് നിന്നാലും കുഴപ്പമൊന്നുമില്ല. പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക, ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ ചെയ്യുക. ഇത് രണ്ടും നമ്മൾ നേരത്തെ തന്നെ ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. ദെൻ മൂന്നാമത്തെ കോളത്തിലുള്ള സിഗ്നേച്ചർ മാത്രം നമ്മൾ അവിടെ ചെന്നിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരൊറ്റ പേജാണ് ഹോൾ ടിക്കറ്റായിട്ട് നമ്മൾ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകേണ്ടത്. ഈ ഒരു പേജ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 3 പേജും കൂടെ എക്സ്ട്രാ ഉണ്ട്. അതെന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ് രണ്ടാമത്തെ പേജ് വരിക. ഇനി മൂന്നാമത്തെ പേജിൽ വരുന്നത് ഇമ്പോർട്ടൻറ്റ് അഡ്വൈസറി ആണ്. ഒരു എക്സാമിനേഷൻ ഹാളിലേക്ക് ചെല്ലുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നതിനെക്കുറിച്ചുള്ള ഒരു ഉപദേശമാണ് മൂന്നാമത്തെ പേജിലുള്ളത്. ഇനി നാലാമത്തെ പേജിലുള്ളത് എന്ന് പറയുന്നത് ഡിക്ലറേഷനാണ് നോൺ ആധാർ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട്. അതായത് നമ്മളൊരു എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുമ്പോൾ കാൻഡിഡേറ്റിൻ്റെ കയ്യിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഈ ഹോൾ ടിക്കറ്റാണ്. ഈ ഹോൾ ടിക്കറ്റ് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ടത് ഒരു ID പ്രൂഫാണ്. ഈ ID പ്രൂഫ് നമ്മുടെ കയ്യിൽ വേണ്ടത് ആധാർ കാർഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഈ ആധാർ കാർഡ് ഇല്ലാത്ത കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു അഫിഡവിറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ളതിൻ്റെ ഫോമാണ് ഈ നാലാമത്തെ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ഫില്ല് ചെയ്ത് സൈനൊക്കെ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാം. ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും പേജിലെ ഇൻസ്ട്രക്ഷൻസിലേക്ക് നമ്മളൊന്ന് പോകാം. ഈ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും പ്രാധാന്യത്തോടെ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ഒരു കാൻഡിഡേറ്റ്സ് എക്സാം ഹാളിൽ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് ഹോൾ ടിക്കറ്റ്, അത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി രണ്ടാമതായിട്ട് വേണ്ടത് ഒരു ആധാർ കാർഡാണ്. ഇനി മൂന്നാമതായിട്ട് വേണ്ടത് നമ്മൾ ആ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ അവിടെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒട്ടിക്കാനുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഇതാണ് മൂന്നാമത്തെ ഡോക്യുമെൻ്റ് ആയിട്ട് വേണ്ടത്. ഇനി നാലാമത്തെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് വെള്ളം കുടിക്കണമെങ്കിൽ നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ നമുക്ക് കൊണ്ടുപോകാം. ഒരു ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ, നമ്മൾ ഒരിക്കലും സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവേർഡ് ആയിട്ടുള്ള ബോട്ടിലോ ഒന്നും അവിടെ അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ നമ്മൾ അവിടെ കൊണ്ടുപോവുക. ഇനി നാലാമതായിട്ട് നമ്മുടെ കയ്യിൽ കരുതേണ്ടത് ഒരു ബോൾ പോയിന്റ് പെന്നാണ്. അത് ബ്ലൂവോ ബ്ലാക്കോ ഏത് വേണേലും എടുക്കാം, പക്ഷേ അതും എങ്ങനെയായിരിക്കണം? ഒരു ട്രാൻസ്പെറൻറ്റ് ബോൾ പെൻ ആയിരിക്കണം. നമുക്കറിയാം, ഒരു ബോൾ പെൻ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ റീഫില്ല് കാണുന്ന രീതിയിലുള്ള കവറിങ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബോൾ പെൻ നമുക്ക് കൊണ്ടുപോകാം. അല്ലാതെ ഫുൾ കവേർഡ് ആയിട്ടുള്ള നമുക്ക് ഒരു 5 റുപ്പീസിനും 10 റുപ്പീസിനും 40 റുപ്പീസിനും ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ബോൾ പെൻ എക്സാം ഹാളിൽ അലൗഡ് അല്ല. അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ട് 2 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കൊണ്ടുപോകാൻ പറഞ്ഞത്. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിലും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പെന്നും. ഇനി എക്സാം ഹാളിൽ പോകുമ്പോൾ നമ്മുടെ ഡ്രസ് കോഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ വർഷം ഡ്രസ് കോഡ് നമുക്കൊരു അഡ്വൈസറി ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് പ്രത്യേകം ഇന്ന രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് മെറ്റൽ പാർട്ടുകൾ, ഓർണമെൻറ്റ്സുകൾ മാക്സിമം ഒഴിവാക്കുക. നമ്മൾ ധരിക്കുന്ന ഡ്രസ്സുകളിൽ മെറ്റൽ പാർട്ടുകൾ ഒരു കാരണവശാലും ഉണ്ടാവാതിരിക്കുക. അപ്പോൾ നമുക്കൊരു പാൻറ് ഇടുമ്പോൾ അതിലൊക്കെ വലിയ ബട്ടണുകളുള്ള മെറ്റൽ പാർട്ടുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഷർട്ടുകളിൽ വലിയ മെറ്റൽ പാർട്ടുകളുള്ള ബട്ടണുകൾ, ഇതൊക്കെ ഇല്ലാത്ത രീതിയിൽ ഒരു സിമ്പിൾ ഡ്രസ്സ് ധരിക്കുന്നത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഒരു ഇലക്ട്രോണിക് ഗാഡ്ഗറ്റ്സുകളും എക്സാം ഹാളിൽ അനുവദിക്കത്തില്ല, ഇൻക്ലൂഡിങ് വാച്ചും അതുപോലുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസുകളും എക്സാം ഹാളിൽ അനുവദിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് അതുപോലൊപ്പം തന്നെ അവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ഒരു ഷൂവിനെ കുറിച്ചാണ്. ഒരു ഹൈ ഹീലുള്ള ഒരു ഹെവി സോളുള്ള ഷൂവും എക്സാം ഹാളിൽ അനുവദിക്കത്തില്ല. അപ്പോൾ ഒരു സിമ്പിൾ സ്ലിപ്പർ ഇട്ടുകൊണ്ട്, നോർമൽ ഡ്രസ്സ് ഇട്ടുകൊണ്ട്, മെറ്റൽ പാർട്ടുകൾ ഒഴിവാക്കിക്കൊണ്ട്, ഓർണമെൻറ്റ്സ് ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ കയ്യിൽ കരുതേണ്ട ഈ 5 ഡോക്യുമെൻറ്റ്സുകൾ കയ്യിൽ കരുതി എക്സാം ഹാളിലേക്ക് കൃത്യമായ സെൻറ്ററിൽ
കൃത്യമായ പഠനത്തോടുകൂടി നമുക്ക് എക്സാമിനേഷൻ എത്തി നല്ല കോൺഫിഡൻസോടെ എക്സാമിനേഷൻ എഴുതുക. നമുക്കറിയാം ഈ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു CBT എക്സാമാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആൽഫയിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ധാരാളം മോഡൽ എക്സാമിനേഷൻസ് എഴുതി കഴിഞ്ഞു. ഇനി അതിനോടൊപ്പം തന്നെ CBT എക്സാമിനേഷനും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ഏതെങ്കിലും കുട്ടികൾക്ക് ഒരു CBT എക്സാമിനേഷൻ എഴുതി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിൽ വരാം. സൗകര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ആൽഫയിലെ എക്സ്പേർട്ട് ടീച്ചേഴ്സ് നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാവും. ഈ JEE മെയിൻ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ ഒരു ഫൈനൽ വാക്കല്ല. ടെൻഷൻ ഇല്ലാതെ പരീക്ഷ എഴുതുക. ഈ പരീക്ഷയ്ക്ക് ഒരല്പം മാർക്ക് കുറഞ്ഞാലും നമുക്ക് സെക്കൻഡ് ഫേസ് എക്സാമിനേഷനിൽ കറക്റ്റ് ചെയ്യാം. കാരണം ഈ 2 ഫേസ് എക്സാമിനേഷനിൽ ഏത് എക്സാമിനേഷനാണോ കൂടുതൽ മാർക്ക് കിട്ടുക അതാണ് റാങ്കിന് വേണ്ടി കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ എക്സാമിനേഷൻ ഒരു ഫൈനൽ ആണെന്നുള്ള രീതിയിൽ ടെൻഷൻ അടിച്ച് പരീക്ഷ ഹാളിൽ എല്ലാം തെറ്റിക്കാതെ നല്ല കോൺഫിഡൻസോടെ എക്സാമിനേഷൻ എഴുതാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ഇനി ഒറ്റവാക്കിൽ പറയുകയാണ്, JEE മെയിൻ എക്സാമിനേഷൻ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് സെക്ടറിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ കിട്ടാനുള്ള ഒരു ഫസ്റ്റ് എക്സാമിനേഷനാണ്. നല്ല കോൺഫിഡൻസോടെ പഠിച്ചു തീർത്തത് റിവൈസ് ചെയ്തതിന് ശേഷം മോഡൽ എക്സാമിനേഷൻ എഴുതിയതിന് ശേഷം കൃത്യമായ ഡോക്യുമെൻസുകളുമായി പരീക്ഷാ ഹാളിൽ പോയി പരീക്ഷകൾ എഴുതി നല്ല വിജയം നേടാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ആൽഫ അക്കാഡമിയും ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളും ഇവിടെ പഠിപ്പിക്കുന്ന മുഴുവൻ അധ്യാപകരും അനധ്യാപകരും സ്റ്റാഫും എല്ലാവരും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല വിജയം നേടാനുള്ള ആശംസകളും നേർന്നുകൊണ്ട് എൻട്രൻസിൻ്റെ ഒരു പുതിയ ന്യൂസും അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.